സ്വാഗതം. കാടാമ്പുഴയിൽ കിണറിടിഞ്ഞ് കിണറ്റിനകത്ത് അകപ്പെട്ട ജോലിക്കാരനെ രക്ഷപ്പെടുത്തി. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് ഇയാളെ രക്ഷപ്പെടുത്തി കാടാമ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചരക്ക് ലോറി കാറിനു പിന്നിൽ ഇടിച്ചതിനെ തുടർന്ന് ലോറിക്കും ബസ്സിനുമടിയിൽപ്പെട്ട കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദേശീയപാത 66 വട്ടപ്പാറയിൽ നിയന്ത്രണം വിട്ട ലോറി തൊട്ടുമുൻപിലുണ്ടായിരുന്ന കാറിനു പിന്നിൽ ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ കാർ തൊട്ടുമുന്നിൽ പോവുകയായിരുന്ന KSRTC ബസ്സിന് പിറകിൽ ഇടിക്കുകയുമായിരുന്നു. ദേശീയപാത 66 വെളിമുക്കിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ യുവതിക്ക് പരിക്ക്. കോഴിക്കോട് കുണ്ടായിത്തോട് സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടറിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ് ഇടിച്ച് റോഡിൽ വീണ യുവതിയുടെ കാലിലൂടെ ബസ് കയറി ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാന സർക്കാരിന്റെ മൈനോറിറ്റി വകുപ്പിന് കീഴിൽ മഞ്ചേരി HM അക്കാദമിയിൽ സൗജന്യ PSC പരിശീലന കോഴ്സ് ആരംഭിച്ചു. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് കീഴിലുള്ള കരുവാരക്കുണ്ട് ചേറുമ്പ് ഇക്കോ ടൂറിസം വില്ലേജിലെ പ്രവേശന നിരക്ക് വർദ്ധിപ്പിച്ചു. നിലവിലുണ്ടായിരുന്ന 10 രൂപ എന്നത് 20 രൂപയാക്കി. കൗൺസിലിന്റെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് തീരുമാനമെടുത്തത്. വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ കാർഷിക വിളകൾ നശിപ്പിച്ച കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു തുടങ്ങി. വർഷങ്ങളായി കർഷകർ പല മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയം കാണാതെ വന്നതോടെയാണ് ഗ്രാമപഞ്ചായത്തിന്റെയും കർഷകരുടെയും പുതിയ തീരുമാനം. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ഡോർ ടു ഡോർ യൂസർ ഫീ കളക്ഷൻ ജില്ലയിൽ 2 കോടി കടന്നു. നവംബർ മാസത്തെ കണക്ക് പ്രകാരം 2,72,13,402 രൂപയാണ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. അമൃത് ഭാരത് പദ്ധതിയിലൂടെ വികസിപ്പിക്കുന്ന കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗ് സൗകര്യവും ട്രാഫിക് സംവിധാനവും പരിഷ്കരിക്കുന്നു. ഒരേ സമയം 100 കണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് ഒരുക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ 36 നൂതന പദ്ധതികൾക്ക് ജില്ലാതല വികസന സമിതി യോഗം അംഗീകാരം നൽകി. ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നായി 43 പദ്ധതികളാണ് യോഗത്തിൽ അവതരിപ്പിച്ചത്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.